നമുക്കറിയാം ഈ ആധുനിക ലോകം ഇന്ന് പല വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ ഒത്തിരി പേര് ഡിപ്രഷൻ, ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ മൂലം വേദനിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ, അൺവാണ്ടഡ് തോട്ട്സ് എന്നൊക്കെ നമ്മൾ പറയും, കുറേ ചിന്തകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ആൻസൈറ്റിയും ഡിപ്രഷനും ടെൻഷനും ഒക്കെ വരും. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് ചിലപ്പം പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു അസൈൻമെന്റ്സ് ഉണ്ട്, നമുക്ക് ഈ പേടിയും ഭയവും ഉത്കണ്ഠയൊക്കെ വരുമ്പോൾ അത് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഓരോ മേഖലകളായിരിക്കും, ചിലപ്പോൾ നമ്മളൊരു സമൂഹത്തിനോട് രണ്ടു വാക്ക് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉത്കണ്ഠയും വേദനയും കഷ്ടപ്പാടും ടെൻഷനെയും ആകുലതയും ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരു വചനത്തെക്കുറിച്ചാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുക. അത് 43-ാം സങ്കീർത്തനം 5-ാം തിരുവചനമാണ്. വചനം പറയുന്നു, എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു? നീ നിന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഓർത്ത് നീ വിഷാദ അവസ്ഥയിലായിരിക്കേണ്ട കാര്യമില്ല, വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല, കണ്ണീരിലായിരിക്കേണ്ട കാര്യമില്ല. വചനം പറയാണ്, നീ എന്തിനും നെടുവീർപ്പിടുന്നു. നീ എന്തിനും നെടുവീർപ്പിട്ട് കാര്യം, നീ എന്തിനാ നെടുവീർപ്പിടുന്നേ? നീ വിഷാദിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഒറ്റ ഒരു മെഡിസിൻ എന്ന് പറയുന്നുള്ളൂ. എന്താണ്? ദൈവത്തിൽ നീ പൂർണ്ണമായിട്ട് പ്രത്യാശ വയ്ക്കുക. കാരണം എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിലെ ഇന്നലെ മേഖലകളെ മാറ്റാനായിട്ട് സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ വിഷാദിക്കേണ്ട ആവശ്യമില്ല, വിഷാദപ്പെടേണ്ട ആവശ്യമില്ല, നെടുവീർപ്പെടേണ്ട ആവശ്യമില്ല. വചനം പറയാണ്, എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എന്റെ ദൈവം എന്റെ സഹായമാണ്, എന്റെ ദൈവമാണ്. അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജീവിത ദുഃഖങ്ങളെ ഓർത്ത് ആകുലപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട, ഡിപ്രഷൻ വേണ്ട, ആൻസൈറ്റി വേണ്ട. ദൈവത്തിൽ നീ പ്രത്യാശ വയ്ക്കുക, നിന്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ലോകത്തില് പലവിധ വേദനകളിലൂടെ, ഉത്കണ്ഠയിലൂടെ, ഡിപ്രഷനിലൂടെ, ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെ ഇതാ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശ്രവിച്ച വചനത്തിൽ പൂർണ്ണമായിട്ട് ഞങ്ങളിതാ വിശ്വസിക്കുകയാണ്. ഞങ്ങളിത് അങ്ങിൽ പ്രത്യാശ വയ്ക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ നിനക്ക് സാധിക്കും. എന്റെ ഉത്കണ്ഠകളെ, വേദനകളെ, കഷ്ടപ്പാടുകളെ നീ ഇതാ നീക്കിക്കളയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നാമത്തിന്റെ ശക്തിയാല്, ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച വചനത്തിന്റെ ശക്തിയാല് ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.